നമസ്കാരം. വടക്കൻ ജില്ലകളിലാണ് ഇത്തവണ പ്രചാരണ ചൂട് കൂടുതൽ. ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്നതിൽ നിർണായകമാകുന്നത് വടക്കൻ ജില്ലകളിലെ വിധിയെഴുത്താണ്. കോഴിക്കോടും മലപ്പുറവും വയനാടും കണ്ണൂരും കാസർഗോഡിലെയും ഒക്കെ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്ത് കൂടുതൽ സജീവമാണ്. സാമുദായിക സമവാക്യങ്ങൾ കൂടി നിർണായകമാകുന്ന മണ്ഡലങ്ങളിൽ വീറും വാശിയും നിറഞ്ഞ പോരാട്ടമാണ് വടക്കൻ ജില്ലകളിൽ നടക്കുന്നത്. ഇടതിന് മുൻതൂക്കമുള്ള പരമ്പരാഗത മണ്ഡലങ്ങൾ കൈവിട്ടുപോകാതെ സിറ്റിംഗ് MLA-മാർക്ക് സീറ്റ് നൽകിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ LDF നേരിടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നാണ് UDF-ൻ്റെ ഒരു കരുതലും ആത്മവിശ്വാസവും. അതിനൊപ്പം NDA-യും വടക്കൻ ജില്ലകളിൽ നിന്ന് ഒരു സീറ്റെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അമ്പിളി, എന്തായാലും നമുക്കറിയാം, ഈ വടക്കൻ ജില്ലകളിലെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വടക്കൻ ജില്ലകളിൽ എത്രത്തോളം സീറ്റുകൾ പിടിച്ചെടുക്കുന്നു അവർക്കാണ് ഈ ഭരണം കിട്ടുക എന്ന ഒരു നിരീക്ഷണം രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുന്നുണ്ട്. ഒരുപക്ഷേ നമുക്ക് ആദ്യം കോഴിക്കോടിലേക്ക് പോയി കഴിഞ്ഞാൽ കോഴിക്കോടിലെ 13 മണ്ഡലങ്ങൾ, അവിടെ ഏറ്റവും കൂടുതൽ നിർണായകമാകുന്നത് ഏത് മുന്നണിക്കായിരിക്കാം എന്നാണ് വിലയിരുത്തൽ. സമീപകാലത്ത് ഇപ്പോൾ അറിയാം, പരമ്പരാഗതമായി തോന്നിക്കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിനുള്ള ഒരു ചായ്വാണ് കൂടുതലും, അല്ലേ? പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിൽ UDF-ന് മുൻതൂക്കം ഉണ്ടായി എന്നാണ്. പക്ഷേ ഒരിക്കലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലമല്ല നിയമസഭയിൽ വരുന്നത്, നിയമസഭയിലെ ഫലമല്ല നമ്മുടെ പാർലമെൻറ്റ് ഇലക്ഷനിലും വരുന്നത്. അതാണ് കേരളത്തിൻ്റെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നത്. ഇപ്പം രാജേഷ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളിപ്പോൾ കോഴിക്കോട് ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോട് ഈ പറഞ്ഞ നമ്മൾ ഈ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇടതിനും വളരെയധികം ഒരു ബേസ് വോട്ടുള്ള ഒരു സ്ഥലമാണ്. എപ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു ഫലം എന്തായിരിക്കുമോ അതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ചെങ്കിലും അത് പ്രതിഫലിക്കുമെന്നുള്ളൊരു വിലയിരുത്തലാണ് മുൻകാല തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ രാജേഷ് പറഞ്ഞ പോലെ തന്നെ 13 മണ്ഡലങ്ങളല്ലേ, അതിൽ 11 മണ്ഡലങ്ങൾ LDF-ൻ്റെ കൂടെയാണ്, 2 എണ്ണം UDF-ന്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് കോൺഗ്രസിന് ഒരു MLA-മാരും ഇല്ല എന്നുള്ളതാണ് ആ ജില്ലയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് വടകരയും ഒന്ന് കൊടുവള്ളിയും, ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും LDF-ൻ്റെ ആധിപത്യമാണ്. പക്ഷേ ഈ സൂചിപ്പിച്ച പോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു തിരിച്ചടി എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ LDF-ൻ്റെ ഏറ്റവും വലിയ ഒരു ശ്രദ്ധാകേന്ദ്രം. പക്ഷേ UDF-ൻ്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഈ തദ്ദേശത്തിൽ സംഭവിച്ചത് നിയമസഭയിൽ സംഭവിക്കുമോ എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം MLA-മാരൊക്കെ നല്ല പെർഫോമൻസ് ആയതുകൊണ്ട് 9 MLA-മാർ ഈ സിറ്റിംഗ് MLA-മാർ ആ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ആ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ 2 മന്ത്രിമാരുണ്ട്. ഒന്ന് മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ മറ്റൊന്ന് AK ശശീന്ദ്രൻ, അതായത് എലത്തൂരിൽ മത്സരിക്കുന്നു. മറ്റും അങ്ങനെ ആ മണ്ഡലങ്ങളൊക്കെ തന്നെ അവർ നിലനിർത്തുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് LDF-ന്. ഇനി അഥവാ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ 1-2 മണ്ഡലം കൈവിട്ട് പോയേക്കാമെന്ന ഒരു പ്രതീക്ഷയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ചയായ പേരാമ്പ്ര മണ്ഡലമല്ലേ? അതെ, ഈ പേരാമ്പ്രയിൽ സ്വാഭാവികമായിട്ടും ഏത് തരത്തിലുള്ള ഒരു ഇലക്ഷനാണ് നടക്കുക അല്ലെങ്കിൽ വോട്ടെടുപ്പാണ് നടക്കുക എന്ന് പറയുമ്പോൾ സമീപകാലത്ത് ഈ ഉണ്ടായ വിവാദങ്ങൾ എന്ന് പറയുമ്പോൾ ഡീൽ വിവാദം ഒന്ന്, രണ്ടാമത് ഈ വർഗീയ പ്രചരണം, പിന്നെ ഈ ഭരണവിരുദ്ധ വികാരം. പക്ഷേ ഈ വടക്കൻ മേഖല അല്ലെങ്കിൽ മലബാർ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഈ ഭരണവിരുദ്ധ വികാരം എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തും അല്ലെങ്കിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിലെ സംശയമാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ സാമുദായിക സംഘടനകളുടെ ഒരു പലപ്പോഴും അതാണല്ലോ വോട്ട് നിർണായകമാക്കാനും പ്രചരണ ആയുധമാക്കുന്നതും അത്തരം വോട്ടുകളാണല്ലോ. മുസ്ലിം ലീഗിൻ്റെയും RMPയുടെയും ഒക്കെ ഒരു പ്രാതിനിധ്യം പ്രത്യേകിച്ച് ഈ വടക്കൻ കേരളത്തിലുണ്ട്, പ്രത്യേകിച്ച് കോഴിക്കോടുണ്ട്. ആ പ്രതിനിധികളാണ്, അതായത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പോലും നിർത്താൻ പറ്റാത്തൊരു സാഹചര്യം കോഴിക്കോടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പോലും ഇതുപോലെ UDF മുന്നണിയിലെ ആൾക്കാരെ നിർത്തി ജയിപ്പിക്കേണ്ട ഒരു സാഹചര്യം കോഴിക്കോട് സംബന്ധിച്ചുണ്ടായി. ഇത്തവണ അതിലൊരു മാറ്റം വരുമോ എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. പ്രധാനപ്പെട്ട ആൾക്കാരെ നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിച്ച് ഭരണം നേടുക എന്നുള്ളത് തന്നെയാണ് UDF-ഉം 2 സീറ്റിൽ നിന്ന് കൂടുതൽ സീറ്റ് നേട്ടം UDF-ന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഈ പേരാമ്പ്രയിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ പഞ്ചായത്തും LDF-ൻ്റെ കോട്ടയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര. പക്ഷേ എല്ലാ സീറ്റുകളും നഷ്ടമായിട്ടുണ്ട്. പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ ഈ സമവാക്യങ്ങളുണ്ട്, ലീഗും കോൺഗ്രസും തമ്മിലുള്ള അസ്വാരസ്യങ്ങളൊന്നുമില്ല, അത് വലിയ രീതിയിലുള്ള ഊർജ്ജം നൽകുന്നുണ്ട്. അപ്പോൾ കൂടുതൽ സീറ്റുകൾ, അതായത് 2-ൽ നിന്നൊരു 5 സീറ്റെങ്കിലും UDF വലിയ ആത്മവിശ്വാസം പുലർത്തുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം വോട്ടായി മാറും അല്ലെങ്കിൽ എത്രത്തോളം സീറ്റായി മാറുമെന്നുള്ളതൊക്കെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്.
ഈ എം കെ മുനീറും വടകരയിൽ കെ കെ രമയും മാത്രമാണ് യു ഡി എഫ് പ്രതിനിധികളായിട്ട് മത്സരിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസിന് അവിടെ ഒരു സ്വന്തം സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ചോദ്യമാണ് അല്ലേ? എം പിമാരായിട്ട് അവിടെ എം കെ രാഘവൻ ഉൾപ്പെടെയുള്ളവർ ജയിച്ചു വന്നിട്ട് പോലും നിയമസഭയിലേക്ക് കോഴിക്കോട് ഒരിക്കലും അങ്ങനെ മാറി വന്നിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് കോഴിക്കോടിൻ്റെ കാര്യം ഇതിലേക്കും പോകാനുള്ള ഒരു സമയമില്ല എങ്കിൽ പോലും നമുക്ക് അടുത്ത മണ്ഡലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്ത ജില്ലയിലേക്ക് പോയി കഴിഞ്ഞാൽ മലപ്പുറത്തേക്ക് പോവാം അല്ലേ? മലപ്പുറത്ത് സ്വാഭാവികമായിട്ടും അറിയാമല്ലോ ലീഗിൻ്റെ ഒരു ആധിപത്യമാണ്. അത് 16 സീറ്റിൽ 16 സീറ്റും യു ഡി എഫിൽ തന്നെ വേണം എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് അവർക്കുള്ളത്. ഇത്തവണ ഒരുപക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ നിർണായകമാകുന്നതും മലപ്പുറത്തുള്ള സീറ്റ് തന്നെയായിരിക്കും. അത് യു ഡി എഫിന് ഭരണം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം പോലും 3 സീറ്റ് നഷ്ടപ്പെട്ടു പോയി. അതിൽ പിന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി 14 സീറ്റ് യു ഡി എഫിനായി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണുള്ളത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും ചില മണ്ഡലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികൾ കണ്ടെത്തുന്നതിലും കല്ലുകടി ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തരണം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഇടതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ SDP ഡിയിൽ ഈ വേങ്ങര അതേപോലെ തന്നെ മങ്കട മണ്ഡലങ്ങളിൽ അപ്പോഴും ഈ LDF അവിടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവർക്ക് ഈ സ്വന്തം സ്ഥാനാർത്ഥികൾക്ക് അപ്പുറത്തേക്ക് ഈ സ്വതന്ത്രരെ കണ്ടെത്തണം. അത് ഈ പൊതുസമ്മതരായ സ്വതന്ത്രരെ കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട. ലീഗിനെതിരെ മത്സരിപ്പിക്കണം മാത്രമേ പറ്റുള്ളൂ. അവർക്കിടെ സ്ഥായിയായ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കൊണ്ട് നിർത്തുക അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരനെ കൊണ്ട് നിർത്തുക എന്ന് പറഞ്ഞാൽ അവിടെ ജയിക്കാൻ കഴിയില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. ലീഗിൽ അല്ലെങ്കിൽ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളിനെ തന്നെ സ്വതന്ത്രമായി നിർത്തി മത്സരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. ഈ മലപ്പുറത്തേക്ക് വരുമ്പോൾ മറ്റൊരു കാര്യം ഈ പറഞ്ഞ പോലെ ലീഗിൻ്റെ ഒരു പൊന്നാപുരം കോട്ട ഒരു 4 പതിറ്റാണ്ടിന് ശേഷം മലപ്പുറത്തേക്ക് PK കുഞ്ഞാലിക്കുട്ടി മടങ്ങിയെത്തുന്നു. അപ്പോൾ ആ മലപ്പുറവും അതിന് ചുറ്റുമുള്ള എല്ലാ മണ്ഡലങ്ങളും ലീഗ് കണ്ണും പൂട്ടി ജയിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ്. അതിന് അവർക്ക് പ്രത്യേകിച്ച് കണക്കുകൂട്ടലുകളുടെ കാര്യമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഇടത് സ്വതന്ത്രൻ്റെ കാര്യം പറഞ്ഞപ്പോൾ KT ജലീൽ. തവനൂർ ഒരു നല്ല മത്സരം നടക്കുന്ന മണ്ഡലമായിരിക്കും. കാരണം VS ജോയിയാണ് അവിടെ. അപ്പോൾ ലീഗിനെ സംബന്ധിച്ച് VS ജോയിയെ ജയിപ്പിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. കാരണം അവരുടെ ഒരു മതേതര പ്രത്യേകിച്ച് ഈ കോൺഗ്രസും ലീഗും എപ്പോഴും മലപ്പുറത്തൊരു എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അല്ലെങ്കിൽ ഏത് തെരഞ്ഞെടുപ്പുകളായാലും ഒരു പ്രശ്നം നിലനിൽക്കാറുണ്ട് ലീഗും കോൺഗ്രസും തമ്മിൽ. പക്ഷേ ഇത്തവണ അങ്ങനെ ഉള്ള ഒരു കോൺഗ്രസ് ലീഗ് അതായത് എല്ലായിടത്തും അവർ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു പ്രവണതയാണ്. ഈ സ്ഥാനാർത്ഥി നിർണയത്തിലും സീറ്റ് നിർണയത്തിലും ഒക്കെ കാര്യമായ ഒരു അന്തർധാര ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് അവർ അതിനൊരു കണക്കൂട്ടൽ ഇത്തവണ ഭരണം വേണമെന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോയി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല മറ്റൊന്ന് പൊന്നാനി. പൊന്നാനിയിൽ ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് ഇത്തവണ. കാരണം ഇടതിന് കുറച്ച് ആഭിമുഖ്യമുണ്ട്. ഒപ്പം തന്നെ BJPയും ആ ജില്ലയിൽ കുറച്ചെങ്കിലും മുന്നേറ്റം കാഴ്ചവെക്കുന്ന ഒരു മണ്ഡലം. ഈ മലപ്പുറത്ത് പിന്നെ UDF-നെക്കാട്ടിലും കുറച്ചുകൂടി പ്രാതിനിധ്യം ഇടതിന് ഇടയ്ക്ക് വന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ടല്ലേ? ഇത്തവണ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുക? ഒരിക്കലും അമ്പള്ളിയുടെ സ്ഥലം ഇപ്പം നിലമ്പൂരിലേക്ക് പോവുകയാണെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൂടെ ആ മണ്ഡലം ഒരു 2 ടേമിന് ശേഷം UDF തിരിച്ചെടുക്കുന്നു. ഇനി ആ മണ്ഡലം നോക്കേണ്ട കാര്യമില്ല. അത് UDF-ന് തന്നെയായിരിക്കും, കോൺഗ്രസിന് തന്നെയായിരിക്കും. പിന്നീട് അങ്ങോട്ട് വണ്ടൂരിലേക്ക് വരികയാണെങ്കിലും ആ വണ്ടൂരും കോൺഗ്രസ് ഉറപ്പിച്ച മണ്ഡലം തന്നെയാണ്. ഈ ഇടത് ആഭിമുഖ്യം പറയുമ്പോഴാണ് ഈ പെരിന്തൽമണ്ണയിൽ ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. വളരെ കുറച്ച് വോട്ടുകൾക്ക് മാത്രം ആണ് കഴിഞ്ഞ തവണ ഇടതിന് ആ മണ്ഡലം നഷ്ടമായത്. അപ്പോൾ ഇത്തവണ ആ വോട്ട് തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം ഇടതുമുന്നണിക്കുണ്ട്. ഒപ്പം തന്നെ ഈ സൂചിപ്പിച്ച പോലെ തന്നെ UDF വലിയ വിജയം നേടുകയാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുക മലപ്പുറം മണ്ഡലത്തിലൂടെ ലീഗായിരിക്കും. അതിൽ തന്നെ ഏറ്റവും പ്രധാനം ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ള ഒരു ജില്ല കൂടിയാണ് മലപ്പുറം. ഈ മന്ത്രി V അബ്ദുറഹ്മാന്റെ സ്ഥാനത്തുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. സ്വാഭാവികമായിട്ടും അദ്ദേഹം താനൂരിൽ നിന്ന് തിരൂരിലേക്ക് എത്തുന്നു. താനൂരിൽ മത്സരിക്കണമെന്നായിരുന്നു LDF-ന്റെ ആഗ്രഹം. അവിടെ സ്ഥാനാർത്ഥിയായി അപ്രഖ്യാപിത രീതിയിലൊക്കെ വന്ന് എന്നിട്ട് അദ്ദേഹത്തിന് താല്പര്യം വന്നില്ല. പിന്നെ അങ്ങനെ മാറി. ഒരുപക്ഷെ ഇതൊക്കെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും ലീഗ് അവരുടെ ആ ഉറച്ച സീറ്റുകളിൽ ഇപ്പോഴും പ്രതീക്ഷ നിലനിർത്തുന്നു. അതായത് ലോക്സഭാ മണ്ഡലത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ലീഗ് 16 മണ്ഡലങ്ങളിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അത് നിയമസഭയിലും ആവർത്തിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് UDF-ന്. എന്നാൽ LDF-ന് അതെല്ലാം മാറ്റി എന്തെങ്കിലും 3 മണ്ഡലം അല്ലെങ്കിൽ 4 മണ്ഡലമെങ്കിലും പിടിക്കാനാകുമെന്നുള്ളൊരു ആത്മവിശ്വാസം LDF-ഉം പ്രകടിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഈ രണ്ടത്താണിക്കും ഇതുപോലെ UDF-നെ സംബന്ധിച്ചൊരു കല്ലുകടി ഉണ്ടായിരുന്നു. രണ്ടത്താണിയും ഇതുപോലെ തന്നെ മത്സരിക്കണമെന്നൊരു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ആ സ്വാരസ്യങ്ങളൊക്കെ അത് അവർ പറഞ്ഞ് ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നു എന്ന് തോന്നുന്നു. ഇനി നമുക്ക് വയനാട്ടിലേക്ക് പോയാലോ? വയനാട് എന്ന് പറയുമ്പോൾ ഈ സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ മണ്ഡലം, അതായത് 3 മണ്ഡലം മാത്രമേ ഉള്ളൂ. പക്ഷേ UDF-ന് വലിയ ആധിപത്യമുള്ള ഒരു മണ്ഡലമാണ്. പക്ഷേ
LDFിനെയും 3 മണ്ഡലങ്ങളും ഒരിക്കൽ തുണച്ച ചരിത്രവും വയനാടിനുണ്ട്. പക്ഷേ UDF വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് തോന്നുന്നു. നിലവിൽ ഒരു 2 UDF 1 എന്നുള്ളതാണല്ലോ കണക്ക്. അതായത് മാനന്തവാടി മാത്രമാണിപ്പോൾ LDFിൻ്റെ പക്കലുള്ളത്. ഇത്തവണ ഈ വയനാടിനെ സംബന്ധിച്ചുള്ള പ്രത്യേകതയുണ്ട്. ഈ പ്രളയ വിഷയവുമായി ബന്ധപ്പെട്ട് ആ ഫണ്ട് അത് ഈ ഇടത് സർക്കാരിനെതിരെയുമുണ്ട്, UDF സർക്കാരിനെതിരെയുമുണ്ട്. അവർക്ക് അവരുടെ പുനരുദ്ധാരണത്തിൽ ഇപ്പോഴും ഒരു ആയിട്ടില്ല. അതിൽ ഇപ്പോഴും ആർക്കും ഭവനം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, വീട് നിർമ്മിച്ച് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അതിപ്പോൾ പക്ഷേ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. കാരണം അല്ലേ, ഒരു KPCCയുടെ ഫണ്ട് പിരിച്ചതിൽ ഒരു വ്യക്തത കുറവുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇടത് സർക്കാരിനെയും ബാധിക്കുന്ന പരസ്പരം ആക്ഷേപങ്ങളാണ്. കണക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നേതാക്കന്മാരൊക്കെ അവതരിപ്പിച്ചുവെങ്കിൽ പോലും ഇപ്പോഴും അവിടെയുള്ളവർക്ക് അതിൻ്റെ യഥാർത്ഥ ചിത്രം എന്ന് പറയുന്നത് ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾക്ക് ദുരിത ജീവിതം. പിന്നെ രാജേഷ്, ഒരു വയനാട് എന്ന് പറയുമ്പോൾ ഒരു മലയോര കൂടിയാണ്. അവിടെ ഈ വന്യമൃഗശല്യം, അതേപോലെ തന്നെ ഈ കാർഷിക പ്രശ്നങ്ങളൊക്കെ ഒരു പക്ഷേ, പിന്നെ ആദിവാസി വോട്ടുകൾ ഏറെ നിർണായകമായിട്ടുള്ള ഒരു ജില്ല കൂടിയാണ്. അപ്പോൾ അതൊക്കെ ആർക്ക് അനുകൂലമാകും അല്ലെങ്കിൽ ആർക്ക് പ്രതികൂലമാകും എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും 3 സീറ്റും നേടാനാകുമെന്നുള്ള, അതായത് എപ്പോഴും 1991-ലായാലും 2001-ലായാലും 2021-ലൊക്കെ ആയാലും ഈ UDFന് 3 ജില്ലയും വിജയം സമ്മാനിച്ചിട്ടുണ്ട്. നേരെ തിരിച്ച് LDFനും 3 മണ്ഡലങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇരു മുന്നണികളും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന വടക്കൻ ജില്ലയിലെ ഒരു ജില്ല തന്നെയാണ് വയനാട് ജില്ല. ഇനിയിപ്പോൾ നമുക്ക് കണ്ണൂർ ജില്ലയിലേക്ക് പോവാം. അതെ, കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ജില്ലയാണ്. മുഖ്യമന്ത്രിയുടെ ജില്ലയാണ്. അതോടൊപ്പം തന്നെ മുൻ KPCC പ്രസിഡന്റ് K. സുധാകരൻ്റെ ജില്ലയാണ്. നിലവിലെ KPCC പ്രസിഡന്റ്. അതെ, നിലവിലെ KPCC പ്രസിഡന്റിൻ്റെ ജില്ല എന്നൊക്കെ പറയുമ്പോൾ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇതിൽ UDFനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായ വാർത്തകളിൽ ഇടം പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് K. സുധാകരൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഒരുപക്ഷെ കോൺഗ്രസിനെ പോലും പിടിച്ചുലക്കിയ ഒരു എന്താ പറയുക, അതിന് ഒരു ഭയന്നുപോയി. ഈ പ്രവർത്തകർ പോലും ഭയന്നുപോയി, നേതാക്കൾ പോലും ഭയന്നുപോയി, കേന്ദ്ര നേതൃത്വം പോലും ഭയന്നുപോയി. കാരണം എന്ത് തീരുമാനമെടുത്താലും അത് പാർട്ടിയെ മൊത്തത്തിൽ ബാധിക്കും, ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷെ എന്തായാലും അത് കോംപ്രമൈസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ UDFന് അത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് K. സുധാകരൻ്റെ നോമിനിയെ തന്നെ മത്സരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അവിടെ കണ്ണൂരിൽ ഇപ്പോൾ നിലവിൽ മത്സരിക്കുന്നത് കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. കോൺഗ്രസ് S ആണ്, മന്ത്രിയാണ്. പക്ഷേ ഇത്തവണ ആ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നുള്ളൊരു വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇപ്പോൾ ഇന്ന് തന്നെ അറിയാം, DK ശിവകുമാറും എല്ലാം വലിയ രീതിയിലുള്ളൊരു പ്രചാരണ പരിപാടി നടത്തി. പിന്നെ ഇടതിൻ്റെ ശക്തി കേന്ദ്രമാണ് വടക്കൻ ജില്ലയിൽ, അറിയാമല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കേരള രാഷ്ട്രീയത്തിലെ എല്ലാ പ്രമുഖരുമുള്ള ഒരു മണ്ഡലം. അതിൽ ഈ പേരാവൂരും ഇരിക്കൂരും മാത്രമാണ് കോൺഗ്രസിനുള്ളത്. അതിൽ രാജേഷ്, ഏറ്റവും പ്രധാനം പേരാവൂരിൽ ഏറ്റവും ശക്തിയായ മത്സരം നടക്കുന്നൊരു മണ്ഡലമാണ് ഇത്തവണ. അതായത് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയും നമ്മൾ പറഞ്ഞ പോലെ സണ്ണി ജോസഫും മത്സരിക്കുന്ന സ്ഥലമാണ്. ഇത് അതാണ് നിർണായകമാകുന്ന ഒരു മത്സരമാണ്. ആര് ജയിക്കുമെന്ന് പ്രവചനാതീതമാണെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അതിൽ കണ്ണൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പയ്യന്നൂരും അതുപോലെ തന്നെ തളിപ്പറമ്പും. പയ്യന്നൂരിൽ അതായത് ഈ പാർട്ടി ഈ LDFിൻ്റെ ഇടത് കേന്ദ്രങ്ങളിൽ ആര് മത്സരിച്ചാലും, പാർട്ടിയിൽ ആര് മത്സരിച്ചാലും ജയിക്കുമെന്നുള്ള ഒരുപാട് മണ്ഡലം, ഏകദേശം 8-9 മണ്ഡലങ്ങൾ പാർട്ടിക്കുണ്ട്. പക്ഷേ ഇത്തവണ സ്ഥിതി മാറി. ഈ പയ്യന്നൂരും തളിപ്പറമ്പും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ചില പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു, വിവാദങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഈ കേഡർ വോട്ടുകളൊക്കെ ഉറപ്പിക്കേണ്ട ഒരു കൂടുതൽ ശ്രമം ഇത്തവണ നടത്തേണ്ടത്. അങ്ങനെ അത് നടക്കില്ല. കേഡർ രീതിയിലുള്ള വോട്ടുകൾ കൃത്യമായി അവരുടെ പാർട്ടിയിലേക്ക് വീഴുമെന്നുള്ള ഉറപ്പാണ്. പക്ഷെ അതിലൊക്കെ അടിയൊഴുക്കുകൾ ഉണ്ടാകുമെന്നുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെയാണ് പ്രധാന പ്രശ്നം വരുന്നത്. ഈ കേഡർ പാർട്ടിയിൽ നിന്ന് നമ്മൾ ഇപ്പോൾ എഴുത്തുകുത്തിലും അല്ലെങ്കിൽ ഇങ്ങനെ ഈ വായനയിലും മാത്രം ഒതുങ്ങുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ കോൺഗ്രസ് പോലും ആഗ്രഹിച്ചിരുന്നു ഒരു സെമി കേഡർ പാർട്ടി ആവണമെന്ന് ആഗ്രഹിച്ചാൽ പോലും നടക്കാത്തൊരു സാഹചര്യമാണ്. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും വെല്ലുവിളി ഉണ്ടാകുന്നത് പാർട്ടിയെ പോലും ഉൾപാർട്ടി രാഷ്ട്രീയമില്ലാതെ പാർട്ടിക്ക് പുറത്തു നിന്ന് പാർട്ടിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിമതശല്യം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് വളരെ വ്യക്തം. അത് കൂടുതൽ തളിപ്പറമ്പിലാണ്. തളിപ്പറമ്പിൽ എന്താണ് TK ഗോവിന്ദനെയാണ് കോൺഗ്രസ് പിന്തുണയ്ക്കുന്നതെങ്കിലും അവിടെ ഒരു KPCCയുടെ ഒരു മുൻ അംഗം കൊയ്യം ജനാർദ്ദൻ മത്സരരംഗത്തുണ്ട്. അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ ഈ പയ്യന്നൂരിൽ ഈ കുഞ്ഞികൃഷ്ണൻ ഒറ്റയ്ക്കാണ് സ്ഥാനാർത്ഥിത്വം. അത് പയ്യന്നൂർ എന്തൊക്കെ പറഞ്ഞാലും LDF വലിയ ആത്മവിശ്വാസം പുലർത്തുന്നുണ്ട്, അല്ലെങ്കിൽ LDFന് തന്നെയാണ് മേൽക്കൈ. പക്ഷേ കുഞ്ഞികൃഷ്ണൻ ഒരു തരംഗമാവും എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലാകുമെന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും ഒരു പക്ഷേ LDFന് തന്നെയായിരിക്കും അവിടെ ജയിക്കുക. പക്ഷേ എത്രത്തോളം ഈ
പയ്യന്നൂരാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പാർട്ടി ഒരു വെല്ലുവിളി കടന്നു പോകുന്ന ഒരു വടക്കൻ മേഖലയിലെ ഒരു ജില്ല. ഇനിയിപ്പോൾ നമുക്ക് കാസർഗോഡ്. അതെ, കാസർഗോഡ് എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ അങ്ങ് അറ്റത്തെ ഒരു ജില്ലയാണ്. അവിടെ CPM-നും അല്ല ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും രണ്ടും പക്ഷത്തിനും പക്ഷം പിടിക്കാതെ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു സാഹചര്യമാണ്. പക്ഷേ എങ്കിൽ പോലും അല്പം മുൻതൂക്കം ഇടതുപക്ഷത്തിനായിരുന്നു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിനായിരുന്നു. പക്ഷേ പാർലമെൻറ്റ് ഇലക്ഷൻ വന്നപ്പോൾ ഉണ്ണിത്താനിലൂടെ അത് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു അല്പമെങ്കിലും ആശ്വാസം. അവിടെ UDF-ൻ്റെ ആശ്വാസം ഉണ്ണിത്താനാണ് കൊണ്ടുവന്ന വർഷങ്ങൾക്ക് ശേഷം. അല്ലേ, എനിക്ക് തോന്നുന്നു ഒരു 30 വർഷങ്ങൾക്ക് ശേഷം ആണ് കാസർഗോഡ് UDF-ന് മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞത് തന്നെയാണ്. പക്ഷേ ഇപ്പോഴും നേരത്തെ നമ്മൾ തുടക്കം സൂചിപ്പിച്ചതുപോലെ SDPI പോലുള്ള സംഘടനകൾ അവിടെ വെല്ലുവിളി ഉയർത്തുന്നുണ്ടെന്ന് തന്നെയാണ്. ഇപ്പോൾ SDPIയുടെ പിന്തുണ വേണമെന്ന് ഇടതുപക്ഷം അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ പുറത്ത് പറയാതെ തന്നെ പറയുന്ന ഒരു സാഹചര്യം. അത് വേണ്ടാന്ന് വയ്ക്കാൻ തയ്യാറാണോ എന്ന് തിരിച്ചു പ്രതിപക്ഷം ചോദിക്കുന്ന അല്ലെങ്കിൽ UDF ചോദിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ അതൊരു നിർണായകമാകുന്ന സാഹചര്യമല്ലേ? അതെ അതെ, അതിൽ ഏറ്റവും പ്രധാനം ഈ കാസർഗോഡ് ജില്ലയിലേക്ക് വരുമ്പോൾ ഈ മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രൻ ജയിക്കുമോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് 2 തവണ വളരെ നിസ്സാരമായ വോട്ടുകൾക്കാണ് അവർക്ക് അവിടെ അക്കൗണ്ട് നഷ്ടപ്പെട്ടിട്ടുള്ളത്. 1000-ന് താഴെ 800 ഒരു തവണ 2016-ൽ 89 വോട്ടുകൾ മാത്രമാണ്. അപ്പം ഇത്തവണ വടക്കൻ ജില്ലയിലെ A ക്ലാസ് മണ്ഡലമാണ്, A ക്ലാസ് സ്ഥാനാർത്ഥിയാണ്. അപ്പം ഏത് രീതിയിൽ K. സുരേന്ദ്രൻ BJP അവിടെ പ്രകടനം കാഴ്ചവെക്കും? അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട് രാജേഷ്. തൃക്കരിപ്പൂരിലേക്ക് എത്തുമ്പോൾ ഈ BJP വിട്ടുവന്ന സന്ദീപ് വാര്യരാണ് തൃക്കരിപ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. അവിടെ എങ്ങനെയാണ്? അതായത് അവിടെ ഗ്ലാമർ പോരാട്ടം ഇവർ രണ്ടുപേരുടെയും മത്സരമാണ് വളരെ ശ്രദ്ധേയമാകുന്നത്. അതെ അതെ, കാസർഗോഡ് ജില്ല എടുക്കുമ്പോൾ ഈ 2 മണ്ഡലവുമാണ് ഉറ്റുനോക്കുന്നത്. സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സുകാർക്ക് അല്പം താല്പര്യമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? പണ്ട് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ പരസ്പരം പോർ വിളിച്ചിരുന്ന ആ ഒരു കലാപക്കൊടിയെ കാട്ടിയിരുന്ന ആ സാഹചര്യമൊക്കെ കഴിഞ്ഞ് സന്ദീപ് വാര്യർ കുറച്ചൊന്നും മെരുങ്ങി അല്ലേ, ഇവർക്ക് UDF-ന് അനുകൂലമായ രീതിയിലേക്ക് വന്നു എന്ന് പറയാം. തൃക്കരിപ്പൂർ നല്ലൊരു മത്സരം കാഴ്ചവെക്കുമെന്നാണ് തോന്നുന്നത്. രാജേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ 1987-ന് ശേഷം ആ ജില്ലയിൽ നിന്ന് ഒരു കോൺഗ്രസ് MLA-മാരും ഉണ്ടായിട്ടില്ല. പക്ഷേ തൃക്കരിപ്പൂർ എന്തൊക്കെ പറഞ്ഞാലും LDF ആധിപത്യമുള്ളൊരു ജില്ലയാണ്. ഈ പ്രശസ്ത ചീമേനി, കയ്യൂർ പോലെയുള്ള പാർട്ടി കോട്ടകളുള്ള മണ്ഡലങ്ങളാണ്. പക്ഷേ അവിടെ BJP വോട്ടുകളും ഏറെ നിർണായകമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പാർട്ടി കോട്ടകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന വടക്കൻ ജില്ലയിലേക്ക് അല്ല എങ്കിൽ പോലും അത് ഓർത്തപ്പോൾ പറയുകയാണ്. ആലപ്പുഴ പാർട്ടി കോട്ടയായ അമ്പലപ്പുഴയൊക്കെ ഇപ്പോൾ ഏത് രീതിയിലാണ് മാറി മറിയുന്നതെന്ന് അറിയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അടിയൊഴുക്കുകൾ ഉണ്ടാകുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ഈ 10 വർഷത്തിനിടയിൽ ഇടത് സർക്കാരിൽ നിന്നുള്ള മാറ്റങ്ങൾ എന്തെന്ന് പെട്ടെന്ന് നമുക്ക് ഒന്ന് ഓർത്തു നോക്കിയാൽ പരസ്പര പ്രത്യാരോപണങ്ങളൊക്കെ നമ്മൾ മാറ്റി നിർത്തിയാൽ പോലും ഇത്തവണ രാഷ്ട്രീയ തലത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അടിയൊഴുക്കുകൾ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. പാർട്ടിക്കുള്ളിൽ തന്നെ വിമതരുണ്ടായി, പ്രത്യേക ശബ്ദങ്ങൾ ഉയർന്നു വന്നു, പാർട്ടിയെ തന്നെ ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായി, പലരും പരസ്യമായി തുറന്ന് പറയുന്നു എന്നുള്ളത്. മറ്റൊന്ന്, പലരും പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറുന്നൊരു സാഹചര്യം. സ്ഥാനം കിട്ടിയില്ല അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല, വേണ്ട പരിഗണന കിട്ടിയില്ല എന്ന ഒരു ശൈലിയിലേക്ക് വന്നു. അപ്പോഴൊരു ചോദ്യം ബാക്കിയാവുന്നു. നമ്മളെ സ്ഥാനങ്ങൾക്ക് വേണ്ടിയാണോ ഈ പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതെന്നൊരു ചോദ്യം വരുന്നുണ്ട്. അത് പണ്ട് അങ്ങനെ ഇടതുപക്ഷത്തിനില്ലായിരുന്നു. അത് സ്വാഭാവികമായി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കൂടുതൽ കണ്ടത് പക്ഷേ ഇടത് ആധിപത്യമുള്ള അല്ലെങ്കിൽ ഇടതിൽ നിലനിന്നിരുന്ന പല നേതാക്കളും മറ്റ് പാർട്ടികളിലേക്ക് വെല്ലുവിളിച്ചുകൊണ്ടാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു അല്ലെങ്കിൽ പാർട്ടി സ്വതന്ത്രരായി മത്സരിക്കുന്നു. രാജേഷ് പറഞ്ഞ പോലെ തന്നെ ഏത് പാർട്ടിയുടെ ആയാലും ഇപ്പം വടക്കൻ നമ്മൾ കാസർഗോഡും കണ്ണൂരും പറഞ്ഞപ്പോൾ ഇടത് കോട്ടകളാണ്. പക്ഷേ ഈ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഈ അടിയൊഴുക്കുകൾ അവസാനം സംഭവിക്കുന്ന ഈ അടിയൊഴുക്കുകൾ ഏറ്റവും പ്രധാനമാണ്. അത് തടയാൻ CPM-ന് സമീപകാല ചരിത്രത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് ഇത്രയധികം പണിയെടുക്കേണ്ടി വന്നിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മൾ പറയാൻ പോകുന്ന പാലക്കാട് ജില്ല അല്ലേ. പാലക്കാട് ജില്ലയിൽ നമുക്കറിയാം PK ശശി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായിരുന്നു. അങ്ങനെ പാലക്കാട് ജില്ലയിലെ എല്ലാം കൊണ്ടും പാർട്ടി തലപ്പത്തുള്ള വേണ്ടിയിട്ട് വാദിച്ചിരുന്ന ഒരു കാലത്ത് സജീവമായി വാദിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ UDF-ന് വേണ്ടി ഒറ്റപ്പാലത്ത് UDF സ്വതന്ത്രനായി മത്സരിക്കുന്നു. പാലക്കാട്ടേക്ക് വരുമ്പോഴുള്ള കാരണം പിന്നെ ഈ പറഞ്ഞ പോലെ PK ശശി. ഈ PK ശശി ഒറ്റപ്പാലത്ത് സ്വതന്ത്രനായി മത്സരിക്കുന്നുണ്ടെങ്കിലും മറ്റു പല മണ്ഡലങ്ങളിലും PK ശശിയുടെ ഒരു സാന്നിധ്യം വോട്ടായി മാറുമെന്നൊരു ആത്മവിശ്വാസമൊക്കെ UDF-നുണ്ട്. പിന്നെ പാർട്ടി ലീഗിന്റെ കോട്ട എന്ന് പറയുന്ന ഒരു മണ്ഡലം കൂടി പാലക്കാട് ജില്ലയിലുണ്ട്, മണ്ണാർക്കാട്. N ഷംസുദ്ദീന് കഴിഞ്ഞ 2 ടേമിലും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അവിടെ ലീഗിന് വലിയ ആത്മവിശ്വാസമാണ്, മറിച്ചൊന്നും ചിന്തിക്കാനില്ല, വിജയം സുനിശ്ചിതം എന്ന രീതിയിലാണ്.
പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പാലക്കാട് ആണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വടക്കൻ കേരളത്തിൽ കുറച്ചെങ്കിലും ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ അത് പാലക്കാട് ജില്ലയിലാണ്. സാധാരണ UDF ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലവും UDF-നൊപ്പമാണ് നിന്നത്. പക്ഷേ തദ്ദേശത്തിൽ അവർക്ക് ആ നഷ്ടപ്പെട്ട പല സ്ഥലങ്ങളും തിരിച്ചു പിടിക്കാനായി എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ചിറ്റൂര് കെ കൃഷ്ണൻകുട്ടി മത്സരിച്ച കൃഷ്ണൻകുട്ടിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അല്ല. പക്ഷേ ആ സീറ്റ് അടക്കം UDF-ലേക്ക് വരുമെന്നുള്ളൊരു വലിയ ആത്മവിശ്വാസമാണ് UDF പ്രകടിപ്പിക്കുന്നത്. രാജേഷ് തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ തെക്കൻ കേരളത്തേക്കാൾ കൂടുതൽ UDF വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതും വടക്കൻ ജില്ലകളിലാണല്ലോ. മലപ്പുറം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൃത്യമായ അവർക്ക് ഒരു വേരോട്ടം സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ്. ഇവിടെ മുന്നണി തിരിച്ചുള്ള ചർച്ചകളിലേക്ക് കടക്കുന്നില്ല, കാരണം നമ്മുടെ സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രമാണ്. എന്തായാലും ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ UDF എന്ന രീതിയിലേക്ക് മുന്നണിയായി കാണുമ്പോൾ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നു എന്ന് തന്നെ പറയാം. ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലായിരുന്നാലും അവരുടെ മറ്റേ സീറ്റ് വിഭജനത്തിലായിരുന്നുവല്ലോ ഒക്കെ ചെറിയ ഒരു പ്രശ്നം കല്ലുകടി ഉണ്ടായത് ഈ വിമതനാകുമോ എന്ന് പേടിച്ചിട്ട് കെ സുധാകരൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. കെ സുധാകരൻ ഇപ്പോൾ നാളെ BJP-യിലേക്ക് പോകുന്നു എന്ന തരത്തിലേക്ക് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അതായത് ഈ അവസാന മണിക്കൂറുകൾ വരെ അവിടുന്ന് ACC മീറ്റിംഗ് കഴിയുന്നു, നേരെ ഇങ്ങോട്ട് വരുന്നു, നാട്ടിലേക്ക് വരുന്നു, അത് കഴിഞ്ഞ ഉടനെ രാജീവ് പ്രഖ്യാപനം ഉണ്ടാവുന്നു, പാർട്ടി വിടുന്നു, കയറുന്നു എന്നൊക്കെ. പക്ഷേ ഇതൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതവരെ ബാധിച്ചില്ല എന്നുള്ളതാണ് നമുക്കൊരു സാധാരണ. ഇപ്പോൾ രാജേഷ് പറഞ്ഞ പോലെ തന്നെ ഈ UDF പ്രത്യേകിച്ച് കോൺഗ്രസ് എല്ലാ കാലത്തും ഇങ്ങനെയാണല്ലോ. ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാവാറുണ്ട്. അത് ഇത്തവണയും ഉണ്ടായി. പക്ഷേ ഈ കെ സുധാകരനാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കിയത്, കെ സുധാകരനും അടൂർ പ്രകാശും. പക്ഷേ അത് അവർക്ക് വളരെ ഭംഗിയായി പരിഹരിക്കാൻ കഴിഞ്ഞു എന്നാണ് അവസാനം മനസ്സിലാക്കുന്നത്. അടൂർ പ്രകാശ് കരുതുന്നത് ഈ MP-മാർക്ക് മത്സരിക്കാൻ പാടില്ല എന്ന ഒരു ആ നിബന്ധന വന്നപ്പോൾ കെ സുധാകരൻ മത്സരിക്കാനാണെങ്കിൽ എനിക്കും മത്സരിക്കാമെന്ന് അടൂർ പ്രകാശും പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു. അത് ആ രണ്ടുപേരും മാത്രമായിരുന്നു അല്പം ആശങ്ക ഉണ്ടാക്കിയത്. സ്വാഭാവികമായും ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ UDF മത്സരരംഗത്ത് നേരിടുന്നത് പ്രശ്നങ്ങളില്ലാതെ തന്നെയാണ്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവർക്ക് ഈ മത്സരരംഗത്ത് ഇറങ്ങാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് LDF-നെ സംബന്ധിച്ചിടത്തോളം ചില അസ്വാരസ്യങ്ങൾ ഇടയ്ക്ക് ഉണ്ടായി എന്ന് പറയുന്നതും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയാണ്. പക്ഷേ എന്തായാലും 10 വർഷം ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് ഉള്ളിലും പുറത്തുമൊക്കെ ഉണ്ടാകാവുന്ന ഒരു ഇതാണ്. പക്ഷേ ഇത്തവണ ഈ വികസനങ്ങൾക്കപ്പുറത്തേക്ക് ആരോപണ പ്രത്യാരോപണങ്ങളാണ് ചർച്ചാ വിഷയമായത്. ഇനി അവസാനം ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി വോട്ടെടുപ്പിലേക്ക്. ഇതൊക്കെ ജനങ്ങൾ അംഗീകരിക്കുമോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ഈ ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊപ്പം ഈ അവസാന ലാപ്പിലാണ് പലരും ഈ പ്രകടന പത്രികയും വാഗ്ദാനങ്ങളും വികസനങ്ങളും ഒക്കെ ചർച്ചയാക്കിയത്. എന്തായാലും വികസനങ്ങൾ ഉയർത്തിക്കാട്ടുമ്പോൾ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് തന്നെയാണ് UDF ഇപ്പോഴും പറയുന്നത്. അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടോ, അല്ലെങ്കിൽ ഒരു ഭരണം, അതായത് 10 വർഷത്തെ തുടർഭരണമാണ് LDF ആഗ്രഹിക്കുന്നത്. പക്ഷേ UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന പോരാട്ടം കൂടിയാണ്. കാരണം 10 വർഷം പ്രതിപക്ഷത്തിരുന്നു. NDA സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ഒരു അക്കൗണ്ട് പൂട്ടിച്ചതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ഇത്തവണ എല്ലാ വർഷവും വലിയ രീതിയിലുള്ള കൊട്ടിഘോഷവും പ്രചാരണ പരിപാടികളൊക്കെ നടത്തിയിട്ടും കേരളത്തിൽ അവർക്ക് ഒരു മേൽക്കൈ നേടാൻ കഴിയുന്നില്ല എന്നുള്ളത് വർഷങ്ങളായുള്ള NDA-യുടെ ഒരു പ്രതിസന്ധിയാണ്. അപ്പോൾ ആ രീതിയൊക്കെ മറികടക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ നിർണായകമല്ലേ? പരമ്പരാഗത വോട്ടുകൾ തീർച്ചയായിട്ടും ഇത്തവണ LDF-ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് പാർട്ടിക്കുള്ളിൽ തന്നെയാണ്. അങ്ങനെയാണ് പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളതും. ഇത്തവണയും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂന്നാമതും ഇനി ഇടത് സർക്കാർ വന്നേക്കാം. പരമ്പരാഗത വോട്ടുകൾ കൂടി അവർക്ക് നേടാനായാൽ. ഇനിയിപ്പോൾ നിഷ്പക്ഷ വോട്ടുകൾ ഏതെന്ന് പുതിയതായി വരുന്ന വോട്ടുകൾ ഉണ്ടാവാം. സ്വാഭാവികമായും നിഷ്പക്ഷ വോട്ടുകളാണല്ലോ വിധി നിർണ്ണയിക്കുന്നത്. അതുകൂടി NC വോട്ടുകൾ അതൊക്കെ അനുകൂലമാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇടതിന് ഒരിക്കൽ കൂടി ഭരിക്കാനുള്ള സാധ്യത ഉണ്ടാകും. ഇടതിനെയും വലതിനെയൊക്കെ നമ്മൾ ചർച്ച ചെയ്തെങ്കിൽ പോലും ഇനി വളർന്നു വരുന്നു എന്ന് അവകാശപ്പെടുന്ന NDA-യിലേക്ക് കൂടി അല്ലെങ്കിൽ BJP-യിലേക്ക് കൂടി നമ്മൾ ഈ അവസാന റൗണ്ടിൽ കടക്കുകയാണ്. കാരണം നേരത്തെ അമ്പിളി സൂചിപ്പിച്ചതുപോലെ ഈ വടക്കൻ മേഖലകളിൽ വേരോട്ടം ഉള്ള സ്ഥലങ്ങളിൽ പാലക്കാടൊക്കെ, പാലക്കാടും കാസർഗോഡ് ജില്ലകളിലൊക്കെയുള്ള മണ്ഡലങ്ങളിൽ BJP-ക്ക് വേരോട്ടമുണ്ട്. BJP പിടിക്കുന്ന വോട്ടുകൾ അവിടെ നിർണായകമാണ്. അവിടെയാണ് ഏറ്റവും പ്രധാനം. UDF കരുതുന്നത് വടക്കൻ മേഖലകളിലെ വോട്ടുകൾ കൊണ്ട് സീറ്റുകളുടെ എണ്ണം കൂട്ടാമെന്ന്. ഇന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട് 100-ലധികം വോട്ടുകൾ നേടുമെന്ന്. പക്ഷേ രാഷ്ട്രീയ നിരീക്ഷകർ അത്രയൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെയാണ്. കാരണം നിർണായകമാകുന്ന വിഷയങ്ങൾ ഏറെയുണ്ട്. ഒരു പക്ഷേ UDF-ന്
ഭരിക്കാനുള്ള ഇത് സീറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 100 സീറ്റിലേക്കൊന്നും എത്തില്ല. എത്തില്ല. അതെ, 80നും 90നും ഇടയ്ക്ക് നിൽക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. തെരഞ്ഞെടുപ്പാണ്, പ്രത്യേകിച്ച് കേരളമാണ്, മലയാളികളാണ്, എന്തും സംഭവിക്കാം, അവസാന ലാപ്പിൽ എന്തും സംഭവിക്കാം. അതുകൊണ്ട് ഇവിടെ നിർണായകമാകുന്ന പല സാഹചര്യങ്ങളും സാധ്യതകളുമുണ്ട്. കാരണം ഇതിൽ ഒന്നാണ് BJP വോട്ടുകൾ. BJP തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. പലയിടത്തും അവർക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ അവർക്ക് ഭരണം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പോലും അവർ നേടിയിട്ടുണ്ട്. ആ വോട്ടുകൾ വളരെ നിർണായകമാകും. എന്തായാലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുന്നത് ഈ വടക്കൻ ജില്ലകളിൽ നിന്നുള്ള സീറ്റുകളായിരിക്കും. എന്താണ് നമ്മൾ ഇനി അവസാനമായിട്ട് പറഞ്ഞ പോലെ തന്നെ ഇടതിന് ഏറെ ആഭിമുഖ്യമുള്ള ഒരു മേഖലയാണ് വടക്കൻ ജില്ല. രാജേഷ് പറഞ്ഞ പോലെ തന്നെ പാർട്ടിക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ഈ അവസാനം സംഭവിക്കുന്ന അടിയൊഴുക്കുകളൊക്കെ ഏറെ നിർണായകമാണ്. എന്തൊക്കെ പറഞ്ഞാലും അവസാനം വോട്ടർമാർ തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഒരു നിഷ്പക്ഷ അല്ലെങ്കിൽ ഒരു 40% ഈ പാർട്ടി വോട്ടുകളൊന്നും അല്ലാതെ അല്ലെങ്കിൽ ആരോടും ആഭിമുഖ്യമില്ലാത്ത ഒരു വോട്ടർമാർ കേരളത്തിലുണ്ടല്ലോ. ഈ നമ്മൾ ഈ സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയ ബോധവും ഒക്കെയുള്ള. അപ്പോൾ വോട്ടർമാർ തന്നെയാണ് അവസാനം കേരളം ആര് ഭരിക്കണം എന്നുള്ളത് തീരുമാനിക്കും. എന്തായാലും ഇതിലിപ്പോൾ ഞങ്ങളുടെ ഈ ചർച്ചകളിൽ യോജിക്കുന്നവരുണ്ടാവാം, വിയോജിക്കുന്നവരുണ്ടാകാം. എന്തായാലും ഈ വരുന്ന തെരഞ്ഞെടുപ്പ് സാധ്യതകളും പ്രതീക്ഷകളും മുന്നണികളുടെ പ്രതീക്ഷകളും ഒക്കെയാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്.